ശ്രീകുമാർ, കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിൽ വന്നാൽ പ്രതിഷേധിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നാണ് MM ഹസൻ പറഞ്ഞത്. അപ്പോൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നുള്ള ഒരു മടക്കമാണോ ഇത്? ഒരു ടേൺ അടിക്കുകയാണോ കോൺഗ്രസ്? രാഹുലിൻ്റെ കാര്യത്തിൽ പ്രതിരോധമൊരുക്കാൻ പോകുന്നുവെന്ന സൂചന ഈ വാക്കുകളിലുണ്ടോ? എൻ ശ്രീകുമാർ. അരുൺ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസ്സിലില്ല. മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിലില്ല. അദ്ദേഹം MLA ആണ്. ആ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സഭയിൽ വരികയോ പോവുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ ഒരു കേസിലും ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ പരാതിയില്ല. ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വാർത്തയിൽ അല്ല ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ പരാതികളിൽ കേസില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗവൺമെൻറ് കേസെടുത്തിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്, അതൊക്കെ വനിത അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ഏജൻസികളൊക്കെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞ പരാതി മറ്റേ ആരോപണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചവരാരും പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പത്രലേഖകൻ പോയിട്ട് ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ കാണുന്നത് സഭയിൽ ഇതുപോലെ സമാന ആരോപണങ്ങൾ നേരിട്ടവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിയ്ക്കുമ്പോൾ ഇദ്ദേഹം ചെന്നാൽ എന്തിനാണ് തടയുന്നത് എന്നുള്ള മറു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചത്. അതിലിപ്പം ഡോക്ടർ അരുൺകുമാറിനും ആ അഭിപ്രായം തന്നെ ആയിരിക്കണമല്ലോ. കാരണം ഒരേ കുറ്റം ചെയ്തവർ ഒരു കൂട്ടർ സഭയിൽ വരിക, മറ്റൊരാളെ സഭയിൽ വരാൻ അനുവദിക്കില്ല എന്ന് പറയുക, ഈ സഭയിൽ എങ്ങനെയാണ് ഒരു പത്രലേഖനം കാണുക എന്നുള്ളത് അല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. നിങ്ങളൊക്കെ പലവട്ടം പറഞ്ഞതാണ്. ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴേ ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചും പറയാറില്ല. CPM-ലെ ആരോപണ വിധേയരായവരും കേസിൽപ്പെട്ടവരും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടവരൊക്കെ അല്ല, അത് അരുൺകുമാറിന് കൃത്യമായിട്ട് അറിയാമല്ലോ. പിന്നെന്തിനാണ് ഇപ്പം തന്നെ നിങ്ങളെ ഒരു പരാതി ഒരാൾക്കെതിരെ പരാതി പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഒരു ശൈലി ചാനൽ ചർച്ചയിലുണ്ട് ഡോക്ടർ അരുൺ, അത് ഞാൻ മാറ്റില്ല. അത് നിങ്ങൾ എത്ര ചോദിച്ചിട്ടും കാര്യമില്ല. അതൊരു പരാജയമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ കരുതിക്കുള്ളൂ. കുന്തമ്പള്ളി അല്ല, ഞാനത് തന്നെ നമ്മുടെ കോവളത്തുള്ള വിൻസെന്റ് MLA, ഈ 3 പേരാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കേസെടുക്കപ്പെട്ട് നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ അന്ന് വന്ന ആരോപണമാണ്. അതന്നേ അദ്ദേഹം തള്ളുകയും പിന്നീട് കേസെടുക്കാതിരിക്കുകയും കോൺഗ്രസിന് പോലും പിന്നീട് പരാതി ഉണ്ടാവാതിരിക്കുകയും ചെയ്തൊരു വിഷയമാണ്. ഇപ്പോൾ അയാൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കേസെടുത്ത 3 പേര് ഈ MLA-മാരാണ്. നമ്മളത് തുറന്ന് പറഞ്ഞു പോകാം. അങ്ങ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. അല്ല, പറഞ്ഞോളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു രണ്ട് മുൻ മന്ത്രിമാർക്കെതിരെ ഇതുപോലെ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സഭയിൽ നിൽക്കുകയാണ്. കോവള MLA വിൻസെൻറ്റിനെതിരെ ആക്ഷേപം വന്നു, കേസെടുത്തു. അദ്ദേഹത്തെ കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ കോൺഗ്രസ് വീണ്ടും മത്സരിപ്പിച്ചു. കോവളത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു. അപ്പോൾ ആ ആരോപണം നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജയിച്ചത് കേട്ടോ. വ്യത്യാസമുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനുണ്ട്. അപ്പോൾ അവരിത് പറയും. അത് നിങ്ങൾ പിന്നെന്താ പറയുക? രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ ശ്രമമോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലില്ല. അദ്ദേഹം MLA ആണ്. ആ MLA-ക്ക് കൊടുക്കേണ്ട പരിരക്ഷ കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്, പോലീസാണ്, നിയമ സംവിധാനമാണ്. ഗവൺമെന്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഈ കോൺഗ്രസ് നേതാക്കൾക്കാർക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയമായ ബാധ്യതയില്ല. അയാൾ ഇപ്പോൾ ആ അർത്ഥത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്തുമാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭരണകക്ഷി തടഞ്ഞാൽ കോൺഗ്രസിന് എന്ത്? ഭരണകക്ഷി തടഞ്ഞാൽ കോൺഗ്രസിന് എന്തെന്നുള്ളതല്ല. അദ്ദേഹം UDF MLA ആയിട്ട് ജയിച്ച ഒരാളാണ്. UDF MLA ആയിട്ട് ജയിച്ച ഒരാളെ സഭയിൽ വരുമ്പോൾ ആരോപണ വിധേയരായവർ തടയും എന്ന് പറയുന്ന വിരോധാഭാസമുണ്ടല്ലോ, അത് ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത് പറയേണ്ടി വരും. കാരണം ഇത് കണ്ണടച്ച് പറയാൻ പറ്റില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും വിജയിച്ച UDF MLA ആണ്. ആ UDF MLA എന്ന നിലയ്ക്ക് അദ്ദേഹം കോൺഗ്രസിലില്ല, നിയമസഭാ കക്ഷിയിലില്ല, ഒരുപക്ഷെ UDF ബെഞ്ചിലും ഇരിക്കില്ല. പക്ഷേ അദ്ദേഹം വന്നാൽ തടയും, പക്ഷേ ഞങ്ങളുടെ ഒപ്പം ആളുകൾ വന്നാൽ തടയില്ല എന്നൊരു കാര്യം ഭരിക്കുന്ന CPM പറയുമ്പോൾ അത് തുറന്നു കാണിക്കണം. അത് തുറന്നു സമാന സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച്, അഥവാ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 10ഓളം കേസുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇത്രയും അധികം കേസുകളുള്ള ഏതെങ്കിലും ഒരു MLA
ഇപ്പോൾ നമ്മുടെ നിയമസഭയിലുണ്ടോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് പോലീസ് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കട്ടെ. ഇപ്പം നോക്കൂ, ഇതുമായി ബന്ധപ്പെടാത്ത വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി എന്ന് പറഞ്ഞിട്ട് ഒരാക്ഷേപമുണ്ട്. ആ ആക്ഷേപം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അന്വേഷിച്ചിട്ട് എങ്ങും എത്തിയില്ല. ഇപ്പോൾ ഈ വിഷയം എല്ലാം കൂടെ വന്നപ്പോൾ എങ്കിൽ പിന്നെ ഒന്ന് കുടുക്കിക്കളയാം എന്ന ചിന്തയിലായിരിക്കുമല്ലോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും UDF MLA ആയിട്ടാണല്ലോ ജയിച്ചത്. കുടുക്കിക്കളയാം എന്ന് പറഞ്ഞിട്ട് എന്നാണോ പറയുന്നത് ശ്രീകുമാർ? അല്ലല്ല, ഞാൻ പോലീസിന്റെ വ്യാജരേഖ കാര്യത്തിലാണ് പറഞ്ഞത്. അതായത് വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് ജയിച്ച ആൾക്കെതിരെ മിനിങ്ങാന്ത ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞില്ലേ? ഹാജരാകണമെന്ന് പറഞ്ഞ പോലീസ് അദ്ദേഹത്തിന് ഒരു നോട്ടീസും രേഖാമൂലമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു ഇമെയിൽ പോലും അയച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോട്ടീസ് കിട്ടാത്ത ഒരാളെ ഒരു MLA ഹാജരാകാൻ വാക്കാൽ പറയുകയോ വല്ലതും ചെയ്ത ഏതെങ്കിലും MLA ഹാജരാകുമോ? എന്തുകൊണ്ടാണ് രേഖാമൂലം കൊടുക്കാത്തത്? അപ്പോൾ രേഖാമൂലം കൊടുക്കാത്തതിന് കാരണമുണ്ട്. 6, 8, 8, 9 മാസമായിട്ട് അന്വേഷിച്ചിട്ട് ഒരു തെളിവുണ്ടാവില്ല. അത് യൂത്ത് കോൺഗ്രസ് വിഷയമായിട്ടോ, ഇതല്ല കൂട്ടിക്കുഴയ്ക്കല്ലേ. ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത കോൺഗ്രസിന്റെ നിലപാട് അരുൺകുമാർ മറക്കരുത്. എന്താ കോൺഗ്രസിന്റെ നിലപാട്? ഒരു സ്ത്രീകൾക്കെതിരായ ആക്ഷേപം ഉണ്ടായപ്പോൾ, ആരോപണം മാധ്യമങ്ങൾ പുറത്തു വന്നപ്പോൾ, അത് പൊതുജന ചർച്ചയായപ്പോൾ ആ പരാതി ഇല്ലാതെ തന്നെ ആരോപണ വിധേയനെ കോൺഗ്രസ് നിന്ന് മാറ്റി നിർത്തി. ഈ നടപടി ഏത് പാർട്ടി സ്വീകരിച്ചു എന്ന് ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർ തന്നെയാണ്. നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന, നിങ്ങളുടെ ഒപ്പമുള്ള ഇപ്പോൾ സജീവമായ മറ്റു ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരുടെ സ്പെഷ്യൽ സ്റ്റോറീസ് ഇന്നലെ അടക്കം വന്നിട്ടുണ്ട്. അതിലവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കോൺഗ്രസ് ചെയ്ത നടപടി അത് ഡോക്ടർ അരുൺകുമാറിന് പറയാൻ പറ്റുമോ തെറ്റാണെന്ന്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കാൻ നടപടി തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നത് പ്രശ്നമുണ്ട്. അങ്ങനെ പുറത്താക്കുമ്പോൾ പോലും ഒന്ന് ഭരണഘടനാ വിരുദ്ധമായി സമയപരിധി നിശ്ചയിച്ചിട്ടില്ല, MLA സ്ഥാനത്ത് തുടരുന്ന സാഹചര്യം, അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു. വനിതാ കോൺഗ്രസ് നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിച്ചുകൊണ്ട് പരസ്യ നിലപാട് ശരിയായില്ലെന്ന് പറഞ്ഞത് മുൻ UDF കൺവീനർ MM ഹസനാണ്. ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അല്ല, കോൺഗ്രസിലെ നേതാക്കളുടെ അഭിപ്രായത്തെക്കുറിച്ച് കോൺഗ്രസിലെ നേതാക്കളെ ഒരു വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയും. KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താ പറഞ്ഞത്? ഇത് നോക്കിയാൽ മതി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിൻ്റെ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? ഇതൊക്കെ നോക്കിയാൽ മതി. മറ്റൊരു കാര്യമുള്ള ഡോക്ടർ അരുണിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചു. അതായത് കോൺഗ്രസിൻ്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മൾ പലവട്ടം ചർച്ചയിൽ പറഞ്ഞതാണ്. ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ, പൊതുസമൂഹം ചർച്ച ചെയ്തപ്പോൾ മറ്റൊരു കാര്യം ആലോചിക്കാതെ, പിടിച്ചു നിൽക്കാതെ, ന്യായീകരിക്കാതെ ഒരാളെ പുറത്താക്കി. ഈ കോൺഗ്രസിൽ നിന്ന് ഒരാളെ പുറത്താക്കിയതിനെ കുറിച്ച് ഭരണഘടനാപരമായി ചിന്തിക്കുന്ന CPM എന്താ അവകാശം അവർക്ക്? ഒരു പാർട്ടി എങ്ങനെയാണ് പുറത്താക്കിയത് എന്നുള്ളത് പുറത്തായോ എന്ന് മാത്രമേ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. CPM ഒരു നടപടിയെടുത്ത EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആ നടപടി കോൺഗ്രസ് ശരിയെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അതിന് രേഖയുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇവിടെ ഇവർ രേഖയുണ്ടോ ചോദിക്കുന്നത് എന്തിനാ അറിയാമോ? ഈ നടപടി അവരെ പൊള്ളിച്ചു. സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് വ്യത്യസ്ത അഭിപ്രായം വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം. പാർട്ടി കൈവിട്ട ഒരു MLA പിന്നെ പാർട്ടി എന്തിനാണ് ഈ നേതാക്കൾ ഇറങ്ങി സംരക്ഷിക്കാൻ നിൽക്കുന്നത്? ആരെ ഭയന്നിട്ടാണ്? എന്തു ഭയന്നിട്ടാണ്? നോക്കൂ അരുൺകുമാർ, ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു. ഇതൊരു കൗണ്ടറാണ്. അതായത് സമാന ആരോപണമുള്ള 2 മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് MLA മാരും സഭയിലുള്ളപ്പോൾ ഈ ഒരാൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ എതിർക്കും എന്ന് CPM പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാനുള്ള അവകാശം എന്താണെന്ന് ചോദിക്കേണ്ട ബാധ്യത UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച കോൺഗ്രസിന് ബാധ്യതയുണ്ട്. പുറത്താക്കി എന്നുള്ളതിന് ശേഷമല്ലേ? അയാൾ ഇപ്പോഴും MLA ആണല്ലോ. ആ MLA എന്നുള്ള ഒരാൾ സഭയിൽ വരുമ്പോൾ ഒരു സ്വതന്ത്ര MLA തന്നെ വിചാരിച്ചുള്ളൂ. ഒരു സ്വതന്ത്ര MLA സഭയിൽ വരുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഇപ്പൊ മുകേഷിന്റെ കാര്യത്തിലോ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലോ നമുക്ക് തൽക്കാലം എൽദോസിനെയും ഈ പറയുന്ന വിൻസെന്റിനെയും വെറുതെ വിട്ടേക്കാം. അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്വതന്ത്ര MLA അദ്ദേഹത്തിന്റെ പേരിൽ ലൈംഗികാരോപണം വരുമ്പോൾ മാത്രം എങ്ങനെ ഉയരും? അവരുടെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാണെന്നത്. CPM-ന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാനുള്ള മറുപടിയാണത്. അത് നിയമസഭ ചേരുമ്പോഴല്ലേ എന്തൊക്കെയാ നടക്കുക നമുക്കറിയുള്ളൂ. ശരിയാണ്, ഞാനത് വഴങ്ങുന്നു. മാത്രമല്ല അങ്ങ് പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി
ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള സൂചനയായി തന്നെ നമുക്ക് കാണാം. Debate with Dr. Arun Kumar.